ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആറാട്ടുവഴി സിയാദ് മൻസിലിൽ ഉനൈസ് ആണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിലും വ്യാപകമായ കൃഷിനാശം, അതോടൊപ്പം തന്നെ മഴക്കെടുതിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഒരു മരണം കൂടി ഉണ്ടാകുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആലപ്പുഴ നഗരത്തിൽ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം കടപുഴകി വീണത്. ആ അപകടത്തിൽ, അതായത് മഴയെ തുടർന്ന് റോഡരികിലെ ഒരു കടയിൽ കയറി നിന്ന ഉനൈസും ഭാര്യ അനീഷയും ഇവർ ഈ മരം കടപുഴകി വരുന്നത് കണ്ട് ഓടി മാറിയതാണ്. തുടർന്ന് ഇവരുടെ ശരീരത്തിലേക്ക് ഈ മരം വന്ന് പതിക്കുകയായിരുന്നു. വലിയ വലിപ്പമുള്ള ഒരു മരമാണ് വന്ന് പതിച്ചത്. അനീഷയെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റിയെങ്കിലും 10 മിനിറ്റോളം ഉനൈസിന്റെ ശരീരത്തിൽ ഈ മരം കിടന്നു. ഇത്രയും ഭാരമുള്ള ഒരു മരം കിടന്നിരുന്നു. അവിടെ നിന്ന് ഉനൈസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഉനൈസിനെ പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്കും വെന്റിലേറ്ററിലേക്കും മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 30 വയസ്സാണ് ഉനൈസിന്. അത്തരത്തിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ ആറാട്ടുവഴി പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മതിൽ വീണ്, അതായത് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുന്ന വഴിയിൽ മതിൽ വീണ് 14 വയസ്സുകാരൻ മരണപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ആ വാർഡിൽ തന്നെ ഇപ്പോൾ മറ്റൊരു മരണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും മഴക്കെടുതിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മതിലുകൾ ഇടിയുന്നതും ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകുന്നതും ഒക്കെയുള്ള പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടായി. ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്കപ്പുറത്തേക്ക് ശക്തമായ മഴയില്ല. ജലാശയങ്ങളുടെ ജലനിരപ്പും അത്ര ക്രമാതീതമായ രീതിയിൽ അത്ര വർദ്ധിച്ചിട്ടില്ല. ആശങ്കാജനകമല്ല. പക്ഷേ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, അവിടെ എടത്വ, തലവടി, വിയപുരം അടക്കമുള്ള പഞ്ചായത്തുകളിലെ പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ വരുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. NDRFന്റെ സംഘം എത്തി ഇന്നലെ പരിശോധന നടത്തിയിട്ടുണ്ട്. അവര് ഇവിടെ ക്യാമ്പ് ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ NDRF സംഘം എത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നിപ്പോൾ ശരണ്യ പറയുന്നതനുസരിച്ച് മഴയ്ക്ക് ശമനമുണ്ട് എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വെള്ളം അതിവേഗം ഇറങ്ങിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീരപ്രദേശങ്ങളിലടക്കം ഇന്നും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തീർച്ചയായും കടൽക്ഷോഭം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ജൂൺ ജൂലൈ മാസം. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത്ര രൂക്ഷതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. NDRF സംഘം എന്തായാലും നമുക്കറിയാലോ, മഴ തുടർന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്നത് കുട്ടനാട്, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടിന്റെ താഴ്ന്ന മേഖലകളാണ്. അവിടേക്ക് അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാൻ തന്നെയാണ് NDRF സംഘത്തിനെ എത്തിച്ചിട്ടുള്ളത്. അവര് ഇന്നലെ ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയതിനു ശേഷം ആ സ്ഥലം അവർ സന്ദർശിച്ച ശേഷം മടങ്ങിപ്പോയിരുന്നു. അവർ ക്യാമ്പുകളിലാണ് NDRF സംഘം ഉള്ളത്. നിലവിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആലപ്പുഴയിൽ തുറന്നിട്ടില്ല. മാത്രമല്ല, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ, അതായത് പെയ്ത്തുവെള്ളമാണ് അത് കെട്ടിക്കിടക്കുന്നത്. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന അത്തരത്തിലുള്ള ആറോ കായലിലെ ഭാഗങ്ങളോ ഒന്നുമല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വന്ന പെയ്ത്തുവെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളമുള്ള ഭാഗങ്ങളിലാണ് ഈ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളടക്കമുള്ള ഇടങ്ങളിൽ ഈ വെള്ളം നിൽക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളാണ്. സ്വാഭാവികമായും മഴയത്ത് ഉണ്ടാവുന്നതാണ്. അത് ഇന്നിപ്പോ ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ഇടവിട്ടാണ് മഴ എന്നുള്ളതാണ്. തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. ഇന്ന് പൊതുവെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്.